അവൻ കരുതിക്കൂട്ടി നേരത്തെ തീരുമാനിച്ചത് ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് ഞാൻ പോകില്ലെന്നുള്ള വാശിയൊക്കെ പോയി. ഹൃദയം മൃദുവായി, അവന് ചിന്തയിലെല്ലാം ആത്മീയത നിറയാൻ തുടങ്ങി. സുബോധം വന്നപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ള വലിയ വാഞ്ചയുണ്ടാകുന്നു, എളിമയോനുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എളിമ എന്ന പുണ്യത്തിലേക്ക് അവൻ ഇറങ്ങുന്നു. അവൻ ക്ഷമ ചോദിക്കത്തക്കവൻ തന്നെ അവൻ ചെറുതാക്കുന്നു. സ്വന്തമായി ദൈവത്തിന് മുമ്പിൽ അവൻ മുഖം നോക്കി, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവൻ സ്വയം ആത്മാവിനെ ശോധന ചെയ്യുക, ശുദ്ധീകരിക്കുന്ന കർമ്മം അവൻ തന്നെ അവനോട് ചോദിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ കുടുംബ ജീവിതത്തിൽ, ഭവനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ തനിച്ചിരുന്ന് ചിന്തിക്കണം, നിങ്ങൾ തനിച്ചിരുന്ന് ആലോചിക്കണം. ഞാൻ ചെയ്തതൊക്കെ എല്ലാം പാളിപ്പോയില്ലേ? ഞാൻ ചെയ്തിട്ടുള്ളതിലെ എല്ലാ പിഴവുകളും ഓരോന്നൊന്ന് എടുത്തു നോക്കിക്കേ, എന്നിട്ട് പറഞ്ഞ് ഞാൻ ചെയ്തത് ശരിയാണോ? സുബോധം വരട്ടെ, സുബോധം വരട്ടെ. ബോധമുണ്ട്, എല്ലാവർക്കും ബോധമുണ്ട്, പക്ഷെ സുബോധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ് യഥാർത്ഥ ജീവിതമെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം, സുബോധം. ഈ സുബോധമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ 50 നോമ്പിന്റെ ദിവസങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നത്. ഈ സുബോധത്തോടു കൂടിയുള്ള നിന്റെ തിരിച്ചു വരവാണ് കുമ്പസാരക്കൂടിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എളിമ നിനക്ക് ഉണ്ടാകണം, നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകണം. നീ എല്ലാം മേടിച്ചു കൊണ്ടുപോയി, എല്ലാം നശിപ്പിച്ച് കളഞ്ഞ് നിന്റെ കൂട്ടുകാരെയും കൂട്ടി നീ എല്ലാം വെറുത്ത് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നീ തകർന്നടിഞ്ഞ് നീ തിരികെ വരുമ്പോൾ നീ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതിൻ്റെ അപ്പൻ, അമ്മ, സഹോദരൻ, നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് നിന്നെ പിഴിഞ്ഞു കുടിച്ച നിന്റെ കൂട്ടുകാരൻ, ഇവരാരും നിന്റെ അടുത്തിപ്പോൾ ഉണ്ടോ? ഇല്ല. നീ ഹൃദയം കൊണ്ട് അനുതപിച്ച് പ്രാർത്ഥിച്ച് എളിമപ്പെട്ടാൽ, നീ ക്ഷമ ചോദിച്ചാൽ, നിന്റെ ഭവനത്തിലേക്ക് നിനക്ക് തിരികെ പോകാനുള്ള ആത്മബലം ലഭിക്കും. നീ ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ, നീ അനുതപിച്ച് പ്രാർത്ഥിച്ചാൽ, നീ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ, നീ പാപബോധത്തോടെ പ്രാർത്ഥിച്ചാൽ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ശക്തമായി ഇടപെടും. അതിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് അടുത്ത വാക്യം, 18ാമത്തെ വാക്യം വായിച്ചേ. എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, അവനോട് പറയും. ഒന്നാമത്തെ കാര്യം, അവനോട് പറയും. കുമ്പസാരത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 5 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. പാപങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഓർക്കുക, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, ഇനിമേൽ പാപം ചെയ്യരുത് തീരുമാനിക്കുക, ചെയ്ത പാപങ്ങളെല്ലാം കാർമ്മികനോട് പറയുക, കാർമ്മികൻ തരുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക. ഞാൻ അവനോട് പറയും.